കൂടുതൽ മണ്ഡലങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ്. കൂടുതൽ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സി.പി.എം ഡീൽ ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മഞ്ചേശ്വരം, കോന്നി, റാന്നി എന്നീ മണ്ഡലങ്ങളിൽ സി.പി.എമ്മും ബി.ജെ.പിയും തമ്മിൽ ഡീലുണ്ടെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. നേരത്തെ പാലക്കാടടക്കം സി.പി.എം ബി.ജെ.പി ഡീലുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ കൂടുതൽ മണ്ഡലങ്ങളിൽ ഡീൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണവുമായി വി.ഡി. സതീശൻ രംഗത്തെത്തിയത്. 10 മണ്ഡലങ്ങളിൽ ഡീലുണ്ടെന്നായിരുന്നു ഇന്നലെ വി.ഡി. സതീശൻ ആരോപിച്ചിരുന്നത്. ഡീൽ ആരോപണം ബി.ജെ.പിയും സി.പി.എമ്മും തള്ളുന്നതിനിടെയാണ് വീണ്ടും ആരോപണം ഉയരുന്നത്. 1-ാം നമ്പർ കാർ ഒഴിവാക്കി RSSുമായി ചർച്ചയ്ക്ക് പോയ ആളാണ് മുഖ്യമന്ത്രിയെന്നും 1977-ൽ RSS വോട്ട് നേടി ജയിച്ചയാളാണ് മുഖ്യമന്ത്രിയെന്നും ആ ചരിത്രം തങ്ങൾക്ക് പറയേണ്ടി വരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തൃശൂരിൽ ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ വി.എസ്. സുനിൽകുമാറിന് ലഭിച്ചിരുന്നു. വിജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സുനിൽകുമാറിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം പോയത്. എന്നിട്ടും സുനിൽകുമാറിന് സി.പി.എം വോട്ടുകൾ കിട്ടിയില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ഇ.ഡി. അന്വേഷണത്തിന്റെ മറവിൽ നടന്നത് തൃശൂർ സീറ്റിനുള്ള ഡീലാണെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. പാലക്കാട്ടെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയ പശ്ചാത്തലമില്ലെന്ന ഇടത് വിമർശനത്തിനും വി.ഡി. സതീശൻ മറുപടി നൽകി. കൊല്ലത്ത് മത്സരിക്കുമ്പോൾ മുകേഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നല്ലോ എന്നായിരുന്നു വി.ഡി. സതീശന്റെ പരിഹാസം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ ദുർഭരണത്തിന് ഇക്കുറി അന്ത്യം കുറിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മതേതര കേരളമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ രാജ്യത്തോട് വിളിച്ചു പറയും. ബാക്കി ഡീലുള്ള സീറ്റുകളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേമത്ത് ബി.ജെ.പി. ജയിക്കുമെന്ന സ്ഥിതി ഉണ്ടായപ്പോൾ യു.ഡി.എഫിന് കൂടി ലഭിക്കേണ്ട ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ സി.പി.എമ്മിലേക്ക് പോയതുകൊണ്ടാണ് വി. ശിവൻകുട്ടി ജയിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.